ഹലോ ഗായ്സ്. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സല്ല. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച്, അല്ല MBA പോലുള്ള പ്രോജക്റ്റ് മീൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ടായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകും. അതായത് അത് പഠിച്ചതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും. പക്ഷേ MEP എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് അത് കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫീൽഡാണ്. അത് കൂടുതൽ എൻജിനീയേഴ്സിനാണ് അത് ഗുണം ചെയ്യുന്നത്. അത് ഒരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സാണ് എന്നതാണ് ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. MEP എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ പ്രത്യേകത അത് മെയിൻലി അത് വരുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഒരു ഏത് ടൈപ്പ് കെട്ടിടമായിക്കോട്ടെ, ഒരു സ്മോൾ സ്കെയിൽ വീട് തൊട്ട് ഭയങ്കര വലിയൊരു IT പാർക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഹോട്ടലോ റിസോർട്ടോ, അല്ലെങ്കിൽ ഏക്കർ കണക്കിന് വലിയ വലിപ്പത്തിലുള്ള റിസോർട്ടോ ഹോട്ടലോ ഹോസ്പിറ്റലോ, അങ്ങനെ എന്ത് ചെറിയ സൈസ് തൊട്ട് ലാർജ് സൈസ് വരെയുള്ള എന്ത് കൺസ്ട്രക്ഷനും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു സിസ്റ്റമാണ് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്വന്തമായിട്ടും വർക്ക് ചെയ്യാം. ആരുടെ കീഴിൽ അല്ലാതെ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസൈനും എസ്റ്റിമേഷനും ഒക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും ഫ്രീലാൻസ് ആയിട്ടോ അല്ല ഓൺലൈനായിട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അതിൻ്റെ ഇൻകം നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഓക്കെ ഗായ്സ്, അപ്പം നമുക്കിനി ഇതിലെന്താണ് ഈ കോഴ്സിൻ്റെ ഒരു ഘടന, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഓഫ് കോഴ്സ് എന്താണെന്ന് നോക്കാം. ഈ MEP എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇത് പഠിച്ചാലുള്ള അത് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഇത് മെയിനായിട്ട് ഉപയോഗം വരുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ ഇത് യൂസ് ആവുമെന്ന് വെച്ചാൽ നമ്മുടെ കോർ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ട്രേഡ്സ് പഠിച്ച എല്ലാവർക്കും ഇത് പഠിക്കാം, അതർ ദാൻ ഈ സിവിൽ ആൻഡ് ആർക്കിടെക്ചറൽ എൻജിനീയേഴ്സ്. കാരണം അവരെക്കാട്ടിയും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഫീൽഡിലൊക്കെ പഠിച്ച ആൾക്കാർക്കാണ്. CSE ഒന്നുമില്ല. CSE ഇലക്ട്രോണിക്സിനെക്കാട്ടിയും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിലും പഠിച്ചവർക്ക് ഇത് പഠിക്കാൻ കൊള്ളാം. പക്ഷെ ആർക്കിടെക്ട്സ് അവരെ ഇത് അധികം പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ഫീൽഡിൽ പഠിച്ച ഒരാൾക്ക് സിവിലുകാരെക്കാട്ടിയും കൂടുതൽ മെക്കാനിക്കലും ഇലക്ട്രിക്കലും പഠിച്ചവർക്ക് ഇത് ഇത്തിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കെട്ടിടം മീൻസ് കൺസ്ട്രക്ഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം, എന്തൊക്കെ സർവീസസ് വേണം. ഫോർ എക്സാമ്പിൾ ഇത് ഇലക്ട്രിസിറ്റി വേണം അവിടെ, അതുപോലെ ഫാനും ലൈറ്റും എയർ കണ്ടീഷനിങ്ങും അത് സർവീസസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ പ്ലംബിങ്ങിൻ്റെ ഈ സാധ്യതകൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. അതായത് പ്ലംബിങ് എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ ആയിക്കോട്ടെ, വേസ്റ്റ് വാട്ടർ ആയിക്കോട്ടെ, ഡ്രെയിനേജ്, അങ്ങനെ എല്ലാത്തിൻ്റെയും സർവീസസ് നമ്മൾ കൃത്യമായിട്ട് ബിൽഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് വലിയ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അവിടെ നമ്മൾ ഇത്തിരി കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്തിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ MEP സർവീസസ് നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് MEPയുടെ ഇന്നത്തെ കാലത്തെ ഒരു അത് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്കറിയാം, ഇപ്പം ലോകത്തിലെ കൺട്രീസിൽ ഡെവലപ്ഡ് കൺട്രീസിനെക്കാട്ടിയും ഡെവലപ്പിംഗ് കൺട്രീസാണ് ഒത്തിരി ഉള്ളത്. കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇനിയും ഡെവലപ്പായി വരാനായിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ മെയിൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ ഒക്കെ ഒഴിവാക്കിയാൽ ഇഷ്ടംപോലെ ലാൻഡ് മാസും ഏരിയാസും ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ഉദ്ദേശിച്ച റിസർവ്ഡ് പ്ലേസസ് ആയിട്ടുള്ള ഫോറസ്റ്റും
മാംഗ്രൂവ് ഫോറസ്റ്റ് അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അല്ല, അല്ലാതെ തന്നെ മനുഷ്യവാസമുള്ള എന്നാലും ഡെവലപ്മെൻറ്റ് ഇനി വരേണ്ടതായിട്ടുള്ള ഒരുപാട് ലാൻഡ് മാസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിലും ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ കാട്ടി ഇഷ്ടം പോലെ വളരെ വലുതായിട്ടുള്ള ആൾക്കാർ താമസമാക്കാത്ത പ്ലെയിനായിട്ട് കിടക്കണ കുറേ ഭൂപ്രദേശങ്ങളാണ്. കാനഡ എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവിടെ കുറേ മൗണ്ടനും അങ്ങനത്തെ സ്ഥലങ്ങൾ, ഫോറസ്റ്റും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് അല്ല, അല്ലാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കവിടെ ആൾക്കാർ ഇനിയും വരേണ്ടതുണ്ട്. ഡെവലപ്മെൻറ്റ് ഇനിയും സംഭവിക്കേണ്ടതായിട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള ദുബായ് ഒക്കെ എടുത്ത് നോക്കുകയാണ്. ദുബായ്, യു എ രാജ്യം തന്നെ എടുത്ത് നോക്കാം. അവിടെ ദുബായ് എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു വേൾഡ് ക്ലാസ് സിറ്റി എന്ന് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ. ബാക്കിയുള്ള എമിറേറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റൊക്കെ പോലെ ഇനിയും ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വലിയൊരു ജേണിയിലാണ്. അപ്പം നമുക്ക് ഈ MEP എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചാലുള്ള പ്രധാന ഗുണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇനിയും ഡെവലപ്ഡ് ആവാനുള്ള സ്ഥലങ്ങളിൽ വരാനിരിക്കുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിലും ബിൽഡിംഗ് പ്രോജക്ട്സിലെല്ലാം നമുക്ക് വർക്ക് ചെയ്ത് അവിടുത്തെ സർവീസസ് എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്ലംബിങ്, മറ്റിതര ഫീൽഡിലെല്ലാം നമുക്ക് ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റും. ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ നമുക്ക് ഒരു പാർട്ടാവാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൗദി നിയോ പ്രോജക്റ്റും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ ഇനിയും ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ സ്ക്രാച്ച് സ്റ്റേറ്റിലൊക്കെ കൂടെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൺസ്ട്രക്ഷൻ്റെ ആ ഒരു ബേസ് ലെവൽ പണികളൊക്കെ ഒരുപാട് സ്ഥലത്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഒരു 2050 വലിയ ഡെവലപ്മെൻറ്റ് എല്ലാ രാജ്യങ്ങളിലും നടക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൈൻ കാണിക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ MEPയുടെ പ്രത്യേകതയെക്കാട്ടിയും ഈ ഒരു കോഴ്സ് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണ്, അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. അപ്പോൾ ഈ MEP എന്നുള്ള കോഴ്സിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നില്ല. അതിനെക്കാട്ടി നമുക്കൊരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കാം. ഇത് പഠിച്ചാലുള്ള ഗുണം എന്തെന്നുള്ളത് തന്നെയാണ് ഒരു സാധാരണക്കാരൻ ആദ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും പല എൻജിനീയറിങ് ട്രേഡിൽ പഠിച്ചവരായിരിക്കാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, CSE അങ്ങനെയൊക്കെ പല ട്രേഡിൽ പഠിച്ചവരായിരിക്കും. പക്ഷേ പലരും വർക്ക് ചെയ്യുന്നത് അവരുടെ കോർ ഫീൽഡിൽ തന്നെ ആയിരിക്കണമെന്നൊരു നിർബന്ധമില്ല. എൻജിനീയറിങ് പഠിച്ചിട്ട് കഴിഞ്ഞവർ ഒരുപാട് പല ടൈപ്പ് ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചാലുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് പഠിച്ച സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം. നല്ല സാലറിയോടുകൂടി തന്നെ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജോലി കിട്ടും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണമാണ്. സോ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ എന്താണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇല്ലാന്ന്, അങ്ങനെ ഒരു ജോലി ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. KSEBയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ റെയിൽവേയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറുടെ പല പോസ്റ്റുകളുണ്ട്. ഞാൻ ആ ഒരു രീതിയിലല്ല പറഞ്ഞു. പഠിക്കാൻ ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ടിപ്പിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ ഞാൻ ഉദ്ദേശിച്ച സെൻട്രൽ ഗവൺമെൻറ്, നമ്മുടെ കേരള ഗവൺമെൻറ് എക്സാം എഴുതി ക്രാക്ക് ചെയ്യാനൊന്നും പറ്റാത്ത ഒരാൾക്ക് മുന്നിലുള്ള ഒരു സാധ്യത, നല്ലൊരു സാധ്യത എന്ന് വെച്ചാൽ ഈ കോഴ്സ് തറവായിട്ട് പഠിച്ച് ഇതിൻ്റെ സകല സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് ഇൻട്രസ്റ്റോടെ പഠിച്ച്, കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡും കൂടെയാണ് കൺസ്ട്രക്ഷൻ ഇൻ ദ സെൻസ് സിവിൽ ആൻഡ് ആർക്കിടെക്ചറൽ അല്ല ഞാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ അകത്ത് വരുന്ന സർവീസസ് ആണ്.
ഇലക്ട്രിക്കൽ, പ്ലംബിങ്, പിന്നെ അതല്ലാതെ AC ഒക്കെ സർവീസസിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ MEP കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MEP കോഴ്സിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ നിന്ന് ഡിസൈൻ, എസ്റ്റിമേഷന്, ക്വാണ്ടിറ്റി സർവേ, ഇങ്ങനെ ഒരുപാട് അടുത്ത ലെവലും അതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. താങ്ക് യു.